ടീച്ചറിന്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. സുഖമാണോ? എങ്ങനെയാ മറുപടി പറഞ്ഞേ കേക്കട്ടെ. സുഖമാണോ? എനിക്ക് സുഖമാണ്. നമുക്ക് പഠിച്ചു തുടങ്ങാം. ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മള് വാക്കുകളിലൂടെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. വാക്കുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ക്ലാസ്സിൽ നമുക്ക് വാക്കുകള് തന്നെ പഠിക്കാം. കഴിഞ്ഞ തവണ നമ്മൾ 2 അക്ഷരങ്ങൾ ചേർത്തുള്ള വാക്കുകൾ പഠിച്ചു. അതുകൂടാതെ നമ്മുടെ ആ എന്നുള്ള ചിഹ്നം ചേർത്തിട്ടുള്ള അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള വാക്കുകൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ അക്ഷരങ്ങൾ അല്ലെ, സ്വരാക്ഷരം ആ എന്ന ആ സ്വരം വരുന്ന രീതിയിൽ, ആ എന്ന സ്വരം വരുന്ന രീതിയിലുള്ള അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. അത് കൂട്ടിച്ചേർത്ത് നമ്മൾ ഇപ്പൊ ത റ തറ, പ റ പറ, മ ല മല അല്ലെ, ആ സ്വരം വരുന്ന രീതിയിലൊക്കെ നമ്മള് അക്ഷരങ്ങള് ചേർത്ത് വെച്ച് വാക്കുകൾ നമ്മൾ ഉണ്ടാക്കി അല്ലെ. നമ്മൾ സ്വരാക്ഷരത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. നമുക്ക് പതുക്കെ എന്ത് ചെയ്യാം, ആ സ്വരാക്ഷരം ചേർത്ത് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചിട്ടുള്ള അക്ഷരം കൂടെ ഒരുമിച്ചാക്കി നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അതിനു മുമ്പ് ഇതൊന്ന് പറഞ്ഞേ, ഇതേതാണ് അക്ഷരം? ഇതേതക്ഷരാണ്? പറ, ഉറക്കെ പറ. നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മയുണ്ടോന്ന് അറിയണം. റാ. ഓക്കെ, ഇത് ആ, ഇത് ടാ അല്ലെ. ഇനി ഈ 3 അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മള് വാക്കുകള് ഉണ്ടാക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആദ്യം നമ്മള് ആ എടുക്കുകയാണ്. ആ എടുത്തു അല്ലെ. ഇവിടെ നമ്മൾ ആ എടുത്തു. ഇനി ഏതാണ്? ഈ അക്ഷരം എടുക്കാം. ഇതേതാ അക്ഷരം? റ. കണ്ട? റ. ആ റ, ആ റ. ഒരുമിച്ച് പറയുമ്പോ അറ, അറ. എന്താണ് അറ? അറ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്വകാര്യമായ മുറി, ഒരു പൊത്ത്, ഒരു പൊത്ത്, എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പൊത്ത്. പേരൻസിനോട് ചോദിച്ചു നോക്കണം കേട്ടോ, എന്താണ് അറ എന്നുള്ളത്. പത്തായം, അറ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യമായ എന്തെങ്കിലും നമുക്ക് പ്രത്യേകമായിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് ഒരു അറ ഉണ്ടാക്കും. മനസ്സിലായോ? എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ചെറിയൊരു എന്താ പറയാ, പൊത്ത് അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, വലിയ കാര്യങ്ങളിലേക്ക് പോവണ്ട, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചെറിയൊരു മുറി പോലെ, ചെറിയൊരു മുറി പോലെ, മുറിയല്ല, ചെറിയൊരു മുറി പോലെ നമുക്ക് എന്തെങ്കിലും വസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അതാണ് അറ. ഓക്കെ, പഠിച്ചോ? ഒന്നുകൂടെ എഴുതിയാലോ. ആ റ, അറ. പറഞ്ഞേ. ആ റ, ആ റ. കൂട്ടി വായിക്കുമ്പോ അറ. ഒരു സ്വകാര്യ മുറി, ഒരു എന്തെങ്കിലും വസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട്. സ്വകാര്യ മുറി എന്ന് പറഞ്ഞാൽ എന്താ? അധികം ആർക്കും അറിയാത്തത്. മനസ്സിലായി? ഇപ്പൊ സ്വകാര്യ മുറി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പാടായിരിക്കും. അതായത് ആരും അധികം, നമ്മളിപ്പോ എന്തെങ്കിലും സാധനം കൊണ്ടുപോയി, എന്തെങ്കിലും നിങ്ങളുടെ കളിപ്പാട്ടങ്ങളോ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് അല്ലെ, ആരും എടുക്കണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ, അല്ലെങ്കിൽ അത് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ കൈ തട്ടിപ്പോയാലോ അല്ലെ, അത് ചീത്തയായി പോയാലെന്ന് കരുതി നിങ്ങൾ ആരും അറിയാതെ അത് എടുത്തു കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വെക്കില്ലേ, ആരും കാണാതെ വെക്കില്ലേ. അതാണ് അങ്ങനെ വെക്കുന്ന സ്ഥലമാണ് എന്ത്? അറ എന്ന് പറയുന്നത്. ആരും കാണാതെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു മുറി, അല്ലെങ്കിൽ മുറി പോലെ ഉള്ളൊരു സ്ഥലം. മനസ്സിലായി? അതാണ് അറ എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? വലിയ കാര്യങ്ങളിലേക്ക് പോവണ്ട, ഇതുപോലെ കുഞ്ഞിത് പഠിച്ചാൽ മതി. ശരിയല്ലേ? ഓക്കെ, ഇനി അടുത്ത വാക്കിലേക്ക് വന്നാലോ നമുക്ക്. ഇതൊന്നും കൂടെ എഴുതാം നമുക്ക്. ആ റ. എന്താണ്? അറ. കിട്ടിയോ? അപ്പൊ ഒരു വാക്കും കൂടെ നമ്മൾ പഠിച്ചു.
കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സ്വരാക്ഷരങ്ങളുടെ സ്വരത്തിന്റെ ശബ്ദം ഉപയോഗിച്ച് അല്ലെ ഈ അക്ഷരം ആ സ്വരാക്ഷരത്തിലെ ആ എന്ന അക്ഷരം ഉപയോഗിച്ച് നമ്മളൊന്നും പഠിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പൊ അതിന്റെ സ്വരമാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇവിടെ വന്നപ്പോ ആ അക്ഷരം തന്നെ നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത വാക്കിലേക്ക് പോകാം. നമ്മളപ്പോ ആ പറഞ്ഞു, റാ പറഞ്ഞു. അങ്ങനെ നമ്മള് ഒരു വാക്ക് നമുക്ക് കിട്ടി. എന്താണ്? അറ. യെസ്. ഇനി അടുത്തത് 3 അക്ഷരം ഉള്ളൂ. ഇവിടെ 3 അക്ഷരം ഉള്ളൂ. പക്ഷെ നമ്മൾ 2 വാക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് വീണ്ടും നമുക്ക് ആ എടുക്കാം. ആ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ള ആ. ഇനി ഈ അക്ഷരം എടുക്കാം. ഇതേതാണ് അക്ഷരം? ഇതെന്താ വായിക്കുക? ആ ട. എന്താണ്? അട. എന്താണ്? അട. അട എന്താ? അട എന്താ? വീട്ടിൽ അട ഉണ്ടാക്കാറില്ലേ അമ്മ? ഇല്ലേ? പൊടിയൊക്കെ നനച്ച് കുഴച്ച് അത് അട ഉണ്ടാക്കുന്ന പാകത്തിനാക്കി ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും പ്ലേറ്റിൽ വെക്കും. ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? ഏതെങ്കിലും ഇലയിലൊക്കെ വെച്ച് അല്ലേ ആ പൊടി പരത്തി തേങ്ങയും ശർക്കരയും ഒക്കെ അതില് ചേർത്ത് വെച്ചിട്ട് ഇല മടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അടുപ്പില് ആവിയിൽ വെച്ച് ചൂടാക്കി നമ്മുടെ മുമ്പില് അമ്മ കൊണ്ട് തരും. തരാറുണ്ടോ? വീട്ടിൽ അടയുണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവാം, ചിലപ്പോ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടാകാം. അട കഴിച്ചിട്ടില്ലേ? ഒരടയെങ്കിലും കഴിക്കാത്തവരുണ്ടോ? ഉണ്ടാവോ? ഇല്ലല്ലോ. ഇനി അട കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പുറത്ത് പോകുമ്പോൾ പേരൻസിനോട് പറയണം, ടീച്ചർ ക്ലാസ്സിൽ അട പഠിപ്പിച്ചു, ഒരട വാങ്ങിച്ചു തരാമോ അച്ഛാമ്മയെന്ന് ചോദിക്കണം കേട്ടാ. അപ്പൊ എവിടെയെങ്കിലും പോകുമ്പോൾ അവര് അത് വാങ്ങിച്ചു തരും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് അട ഇരിക്കണേന്നുള്ളത്, കാണാത്തവരും കഴിക്കാത്തവർക്കും. ഓക്കെ. അപ്പൊ അട കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് അട. അല്ലെങ്കിൽ വീട്ടിൽ പറയണം, അമ്മേ ഒരട ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാം. ഓക്കെ. അപ്പൊ അട എന്താണ്? ഒരു ഭക്ഷണ പദാർത്ഥമാണ് അട. ആ അട. നിങ്ങൾ പഠിക്കാനായിട്ട് വാക്കുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒരക്ഷരം പറയണം, എന്നിട്ട് അടുത്ത അക്ഷരം പറയണം, എന്നിട്ട് അത് കൂട്ടിച്ചേർത്ത് വായിക്കണം. ഒറ്റയടിക്ക് നിങ്ങൾ തിരക്കിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ടെൻഷൻ അടിച്ചത് കൊണ്ടോ തിരക്ക് കൂട്ടിയത് കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. സാവധാനം, അതായത് ഈ അക്ഷരം എഴുതുകയാണ്, മനസ്സിരുത്തി ചിന്തിക്കുക. ഇത് ആ, അതിനോട് ചേർത്ത് ട. അപ്പൊ എന്താ? ട. എന്നിട്ട് ഒരുമിച്ച് വായിക്കാം. അടാ. കേട്ടാ? നമ്മൾ വായിച്ച 2 അക്ഷരങ്ങളെ നമ്മള് ചേർത്ത് മനസ്സിരുത്തി പറയണം. അപ്പൊ നമുക്ക് ആ വാക്ക് കിട്ടും. ഓക്കെ, കിട്ടിയോ? നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിപ്പിക്കാം. ടീച്ചർ ഒന്നും കൂടെ എഴുതാം. ഇവിടെ ഓൾറെഡി നമ്മൾ ആദ്യം പഠിച്ചത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പൊ പഠിച്ചതും കൂടെ നമുക്ക് എഴുതാം. എന്താ? ആ എന്താണ്? അട. അപ്പൊ 2 വാക്ക് നമ്മളൊന്ന് പഠിച്ചു. ആ റ അറ, ആ ട അട. 2 വാക്കുകൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. കിട്ടിയില്ലേ? നന്നായിട്ട് മനസ്സിരുത്തി പഠിക്കുക, ഉറക്കെ പറഞ്ഞ് എഴുതി പഠിക്കണം. ഓക്കെ. നമ്മൾ വാക്കുകൾ ഇങ്ങനെ പഠിച്ച് പഠിച്ച് വരികയാണ്. പതുക്കെ പതുക്കെ ഓരോ ക്ലാസ്സിലും നമ്മൾ കുറച്ചേ തരുള്ളൂ. പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എങ്ങോട്ടാണ്? അറിവുകൾ കൂടി കൂടി വരികയാണ്. അപ്പൊ എല്ലാ അറിവും കൂടെ ഒരുമിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചാൽ പഠിക്കാൻ പ്രയാസമായിരിക്കും. ഓരോ ദിവസം ഓരോരോ കുറച്ച് കാര്യങ്ങളായിട്ട് പഠിച്ച് മനസ്സിൽ പതിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ശുഭദിനം.